ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പൈസ എങ്ങനെയാണ് പോകുന്നത്, അതുപോലെ തന്നെ ജോലിയിലെ തടസ്സം എന്നിവ നമുക്ക് നോക്കാം. ഇവിടെ 3 കാർഡാണ് ഉള്ളത്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്ക് ആദ്യത്തെ കാർഡ് നോക്കാം. ഈ കാർഡിൽ പറയുന്നത് നിങ്ങളുടെ ഫിനാൻസ് എങ്ങനെ നഷ്ടപ്പെടുന്നു എന്നാണ്. വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൂടുതലും പൈസ എടുക്കുന്നത്, അതുപോലെ തന്നെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസ് വരുന്നു. പിന്നെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, പാരൻസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ പൈസ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആര് പൈസ ചോദിച്ചാലും അവർക്ക് എല്ലാവർക്കും നിങ്ങൾ എന്ത് ചെയ്യും, ദാനധർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പഴയ കടങ്ങൾ, പിന്നെ ലോണ്, ക്രെഡിറ്റ് കാർഡ്, ചിട്ടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനൊക്കെയാണ് കൂടുതലും പൈസ പോകുന്നത്. പക്ഷേ നിങ്ങളുടെ പണം എന്ത് ചെയ്യും, നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജോലിയുടെ കാര്യമാണ്. നിങ്ങളുടെ ജോലിയുടെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾ നല്ലോണം ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നില്ല, സാലറി ഒന്നും കിട്ടുന്നില്ല, പ്രമോഷൻ കിട്ടുന്നില്ല, നിങ്ങൾക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടുന്നില്ല. എല്ലാവരും കൂടെ ഉണ്ട്, കൊളീഗ്സ് എല്ലാം കൂടെ ഉണ്ടെങ്കിലും ഞാനൊരു ഒറ്റപ്പെട്ട അവസ്ഥ പോലെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്കൊന്നിനും തികയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് എപ്പോഴും പറയുവാണ്, ഞാനൊരു പാവപ്പെട്ട ആളാണ്, എനിക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല എന്നിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ എപ്പോഴും വിചാരിക്കും, അയ്യോ എന്നെ ഒന്നിനും കൊള്ളാത്ത ആളാണ്, ഞാൻ ചെല്ലുന്നിടത്തെല്ലാം എന്നെ എന്താ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് എന്തായി ജോലി ചെയ്യാൻ പറ്റാത്തത് എന്ന് എപ്പോഴും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് പല കടങ്ങൾ, എന്തെങ്കിലും ലോണുകളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റിയാണ് കൂടുതൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കമ്പനി ചിലപ്പോൾ ലോസായിട്ട് ഫിനാൻഷ്യലി വല്ല സ്ട്രഗിളിൽ ഏർപ്പെടുന്നതുകൊണ്ടാണ് നിങ്ങളെ അവിടുന്ന് ചിലപ്പം പിരിച്ചു വിടുന്നതൊക്കെ. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, നിങ്ങൾ കൊള്ളാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് ഭാഗ്യമില്ലാത്ത ആളായതുകൊണ്ടാണ്. അങ്ങനെ എപ്പോഴും നിങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും എന്താണ്, ഈ ദുരനുഭവം എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് കാർഡ് നമ്പർ 2 നോക്കാം. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ പണമൊന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല. നിങ്ങൾ കൂടുതൽ സേവിങ്സ് ചെയ്ത് വെക്കുകയാണ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന പൈസ നിങ്ങൾ സ്വർണ്ണം മേടിക്കുന്നു, FD ഇടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ലാൻഡ് മേടിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനെയൊക്കെ ആവശ്യം വേണ്ടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതലും ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ അല്ലെങ്കിൽ പൈസ പോകുന്നത് തന്നെ ഓൺലൈൻ ഷോപ്പിംഗ്, അതുപോലെ ഓൺലൈൻ ഗെയിമിന്, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ കൂടുതലും. പിന്നെ കടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ആൾക്കാരാണ്. പിന്നെ പറയുന്നത് നിങ്ങൾ കുറച്ച് പിശുക്കമുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ റിസ്ക് ഉള്ള അങ്ങനെ ഷെയർ മാർക്കറ്റിലൊന്നും അങ്ങനെ പൈസ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഇനി ജോലിയെ പറ്റിയാണ്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ബോസ് അതൊന്നും തന്നെ കാണുന്നില്ല. പിന്നെന്താ പറയുന്നത്, നിങ്ങൾക്കൊരു വിലയും തരത്തൊന്നുമില്ല. കൂടെ ജോലി ചെയ്യുന്നവർക്ക് പോലും നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ഒരു എനർജി ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നുവാണ്, ഞാനിവിടെ നിൽക്കണ്ട. നിങ്ങൾക്കിങ്ങനെ സെൽഫ് ഡൗട്ട്, ഓവർ തിങ്കിങ് ഒക്കെ ചെയ്തിട്ട് ഈ ജോലി തന്നെ കളയാനൊരു ടെൻഡൻസി നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് സ്കില്ലുള്ള ഒരു ആളാണ്, പക്ഷേ അവിടെ ഒരു എനർജി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതും കൊണ്ട് പുറത്ത് കൊണ്ടുവരാനൊക്കെ ഒരു പാടാണ്. നമുക്കിനി 3ാമത്തെ കാർഡ് നോക്കാം. ഇതിൽ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് പൈസ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ പൈസ വരുന്നുണ്ട്, പക്ഷേ അത് പെട്ടെന്ന് തന്നെ ചിലവായി പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണിലിപ്പം മീഷോ, അല്ലെങ്കിൽ ഷോപ്സി, ഫ്ലിപ്കാർട്ട്, മിന്ത്ര അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് അവിടെ ഓഫേഴ്സോണ് കാണും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, കുറേ സാധനങ്ങൾ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് എന്താ ചെയ്യുക, പിന്നെ അക്കൗണ്ട് നോക്കും. അന്നേരമോ അതിൽ കുറേ പൈസ പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളിരുന്ന് ഇങ്ങനെ വിഷമിക്കും. അതാണ് നിങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടി. പിന്നെ നിങ്ങൾ ട്രാവലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി ആയിട്ട് നിങ്ങളൊരു ട്രിപ്പ് പോകും. ഇപ്പം ഫ്രണ്ട്സൊക്കെ പറയാം, നമുക്ക് അവിടെ ഒന്ന് പോയാലാം, ഓക്കെ, പൈസ ഒന്നും നോക്കുന്നില്ല, ചാടി കയറി പോവും. അങ്ങനെ അവിടെ പോയിട്ട് കണ്ടതും കാണാത്തതും എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ പോയിട്ട് എന്താവും, പൈസ കുറേയൊക്കെ പോവും. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യും, ആൾക്കാർക്ക് കുറേ പൈസ ഇങ്ങനെ കടവും കൊടുക്കും. എന്നാൽ അവർ തിരിച്ചു തരുമോ, അതും ഇല്ല. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ തിരികെ പൈസ തിരിച്ചിങ്ങോട്ട് നിങ്ങളിലേക്ക് അട്രാക്റ്റായിട്ട് വരാൻ കുറച്ചൊരു ബ്ലോക്കേജ് ഉണ്ട് ഈ സമയത്ത്.
ഇത് മാറാനായിട്ട് മഹാലക്ഷ്മിയുടെ അമ്പലത്തിൽ പോകുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്നിങ്ങനെ 21 തവണ ജപിക്കാവുന്നതാണ്. ഇതിൽ ജോലിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നല്ലൊരു സമയമാണ് വന്ന് ചേർന്നിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ എവിടെയെങ്കിലും ജോലിക്ക് നോക്കുകയാണെങ്കിൽ, എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻ്റർവ്യൂവിന് പോകാൻ എന്തെങ്കിലും ചാൻസ് കിട്ടുവാണെങ്കിൽ അതൊന്നും കളയരുത്. നിങ്ങൾ വേഗം തന്നെ അതിന് അപ്ലൈ ചെയ്യാനോ ഒക്കെ ശ്രമിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ജോലി വേഗം തന്നെ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ ജോലി ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സാലറി കൂട്ടാൻ, പ്രമോഷന്, പിന്നെ ട്രാൻസ്ഫർ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറേ ഈ ജോലിയിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പം ഒരു ഫോറിൻ ട്രിപ്പൊക്കെ പോകാനുള്ളൊക്കെ ഒരു ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിതൊന്നും മിസ്സാക്കരുത്. ഇതുപോലുള്ള ടാരോട്ട് റീഡിങ്ങിന് വേണ്ടി പ്ലീസ് കമൻറ്റ് ബിലോ. താങ്ക് യു.